അതെന്താണ് ഇപ്പോൾ മഴയില്ല, പക്ഷേ ഈ വെള്ളം ജലനിരപ്പ് കൂടുന്നത്, വീടുകളിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നത് ഈ കിഴക്കൻ മേഖലകളിൽ പെയ്ത മഴ അത് ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണോ? സ്വാഭാവികമായി രാത്രി സമയങ്ങളിലൊക്കെ ഒരു വേലിയിറക്കം ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഈ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യമുണ്ടോ? ടോം, അത് തന്നെയാണ് സാഹചര്യം. കോട്ടയത്തിന്റെ ഒരു സ്ഥിരം കാഴ്ച അങ്ങനെയാണ്. അതായത് പുഴ നനഞ്ഞു. അതായത് കോട്ടയത്തിന്റെ ഒരു സ്ഥിരം സാഹചര്യം അതാണ്. അതായത് ആദ്യ ദിവസങ്ങളിൽ കിഴക്ക് ഈ പൂഞ്ഞാർ പോലുള്ള മേഖലകളിൽ മഴ പെയ്താൽ തൊട്ടടുത്ത ദിവസം അത് താഴേക്ക് ഒഴുകിയെത്തുന്നു. അങ്ങനെ പൂഞ്ഞാറിന്റെയും പാലയുടെയും ഒക്കെ പ്രളയം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിഞ്ഞാൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിൽ ആ മേഖലകളിൽ ഒരു വലിയ ദുരന്തം എന്ന് പറയാനില്ല. പക്ഷേ അവിടെയും ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ ഈ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം അത് വളരെ വലുതാണ്. അത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ കോട്ടയം നഗരത്തിന്റെ കിഴക്കൻ മേഖലകളാണ്. ഇവിടെയും അത്ര വലിയ ദുരിതം. ഈ ദിവസങ്ങളിൽ വെള്ളം കയറി ഇറങ്ങി പോകുന്നു. ഇത് തൊട്ടപ്പുറത്താണ് മീനച്ചിലാറുള്ളത്. അതുവഴി വെള്ളം വരുന്നു, കയറുന്നു, ഇറങ്ങുന്നു, പോകുന്നു. ഇതേ ഉള്ളൂ ഇവിടുത്തെ സാഹചര്യം. അതിനപ്പുറത്തേക്കാണ് സാഹചര്യം അങ്ങ് പടിഞ്ഞാറൻ മേഖലയിൽ എന്നുള്ളതാണ്. അവിടെ ചില വീടുകളിലൊക്കെ 1 മാസം വരെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ ഏതാണ്ട് പല റോഡുകൾ ഉയർത്തിയത് കൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ട്. കാരണം ഈ വാഹനങ്ങളൊക്കെ ആ റോഡുകളിലേക്ക് ഇത്തരം മേഖലയിലുള്ളതൊക്കെ ഉയർത്തി വെക്കാൻ സാധിക്കുന്നുണ്ട്. വെള്ളം പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ ഉയർത്തി വെക്കും. സാധാരണ ഈ വലിയ പാലങ്ങളുടെ മുകളിലായിരുന്നു. പാലങ്ങളെല്ലാം ആ മേഖലയിൽ ഉയർത്തിയാണ് പണിയാറുള്ളത്. അതിൻ്റെയൊക്കെ മുകളിലാണ് സാധാരണ വെക്കാറുള്ളത്. ഈ റോഡുകൾ വന്നതോടെ അവിടെയും വെക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് പലയിടത്തും തോടുകൾ അടയുകയും ഒക്കെ ചെയ്തതോടെ വെള്ളത്തിന്റെ ഒഴുക്കാകെ ബുദ്ധിമുട്ടിലാകുന്ന നില വരുന്നു. അതുകൊണ്ട് തന്നെ പല ഇത്തരം മേഖലകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ആ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1 മാസത്തോളം പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന അപൂർവം വീടുകളെങ്കിലും ഉണ്ട്. എന്തായാലും കുറഞ്ഞത് 1-2 ആഴ്ചയെങ്കിലും ഈ മേഖലയിലൊക്കെ, ഈ പടിഞ്ഞാറ് മേഖലയിലൊക്കെ അത്രയും താഴ്ന്ന പ്രദേശങ്ങളിൽ തുടർച്ചയായി വെള്ളക്കെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ പഞ്ചായത്തുകൾ കുമരകം, ഐമനം, തിരുവാർപ്പ്, ആർപ്പൂക്കര അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. വൈക്കത്തിന് തൊട്ടിപ്പുറത്തുള്ള ചില മേഖലകൾ അത്തരം പ്രദേശങ്ങളിലാണ്. എന്തായാലും അതാണ് ആ മേഖലയിലെ ഒരു സാഹചര്യം. നിലവിൽ ഈ വെള്ളം ഇപ്പോൾ കയറി പെട്ടെന്ന് ഈ ദുരിതമുണ്ടാകുന്നത് ഈ പുഴയിൽ നിന്ന് കയറി ദുരിതമുണ്ടാകുന്ന മേഖലകളാണ്. അത് ഇപ്പോൾ പാലയിൽ ഇന്നലെ കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നലെ രാത്രിയും ഒക്കെ അതിശക്തമായ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെയും വെള്ളം വീണ്ടും ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് വീണ്ടും കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ മേഖലയിലുള്ള ഒരു പ്രതിസന്ധി. പക്ഷേ ഈരാറ്റുപേട്ടയിൽ ഇന്ന് ഏതാണ്ട് രാവിലേക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ട്, നിലച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം ഇത് നാളെ വരെയും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താഴെയുള്ള മേഖലകളിൽ വെള്ളം കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കോട്ടയത്തിൻ്റെ ഈ പടിഞ്ഞാറ് മേഖലയിലേക്കൊക്കെ വെള്ളം എത്തുന്നത് തുടരുക തന്നെ ആയിരിക്കും. ആ സാഹചര്യമായിരിക്കും എന്തായാലും ഉണ്ടാകുക. ടോം, യെസ്, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് സംഭവ സ്ഥലത്തു നിന്നും അവിടുത്തെ വിവരങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റി പങ്കുവച്ചത്. എന്തായാലും വലിയ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലില്ലെങ്കിൽ പോലും ആളുകൾ വീടുകളിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ജലനിരപ്പ് ഉയരുന്നു. പ്രത്യേകിച്ചും അത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് മേഖലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള ഈരാറ്റുപേട്ട, പൂഞ്ഞാറ് അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പെയ്ത മഴ, പാലായിൽ ഉൾപ്പെടെ പെയ്ത മഴ, ആ വെള്ളം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ഒഴുകി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീടുകളിലേക്ക് നിലവിൽ വെള്ളം കയറുന്നത്. ആളുകൾ അവിടെ മാറ്റി പാർപ്പിക്കുകയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കോഴിക്കോട്ടെ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കാം. കോഴിക്കോട് മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റി 30 ക്യാമ്പുകളിലായി 862 പേരെയാണ് മാറ്റി പാർപ്പിച്ചത്. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴകളിലും ജലനിരപ്പ് ഉയർന്നു. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി നിൽക്കുന്നു. നമുക്കൊപ്പം ഈ ഒരു ചേട്ടനാണ് ഇപ്പോൾ വരുന്നത്, കക്കോടി ഭാഗത്തു നിന്നാണ്. ചേട്ടാ, ഏത് ഭാഗത്താ വീട്? എവിടെ ആയിട്ടാ വീട്? ശരിക്കും അവിടെയാണ്. പോകുന്നൊരു വീടുണ്ട്. അപ്പൊ അവിടെ വെള്ളം സാധനം എടുത്ത് വെച്ചിരുന്നത്. എവിടെ വരെ വെള്ളം ഉണ്ട്? ഈ കഴുത്ത് ഇവിടെ വീടുകളൊക്കെ മുങ്ങി ഏകദേശം. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആണല്ലേ? അങ്ങോട്ട് കയറിയിട്ടുണ്ടോ വീട്ടില്? അതായത് ചേട്ടൻ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ വീടുകളിലൊക്കെ ഏതാണ്ട് അരയ്ക്ക് മുകളിൽ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകളെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നീക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നു. സമാനമായ സ്ഥിതി തന്നെയാണ് കണ്ണാടിക്കൽ, പറമ്പിൽത്താഴം, പറമ്പിൽ ബസാറ്, അങ്ങനെ ഒരുപാട് മേഖലകൾ ഇപ്പോൾ വെള്ളക്കെട്ടിലേക്ക് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഡാമുകളൊക്കെ തുറന്നു വിടുന്നതിനെ തുടർന്ന് വലിയ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടെങ്കിൽ പോലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, ഏത് ഭാഗത്താ വീട്? എവിടെ ആയിട്ടാ? നമ്മള് അംഗനവാടിന്റെ അടുത്ത്, പിഞ്ചു അംഗനവാടിന്റെ അടുത്ത്. വെള്ളം എവിടെ വരെ വെള്ളമുണ്ട്? അവിടെ ഒരാൾക്കുള്ള വെള്ളം അവിടെ ഉണ്ട്. എപ്പോഴായി വെള്ളം ഇത്രയും കയറി തുടങ്ങിയത്? അത് 12 കേസാപ്പോ രാത്രി 12 കേസാ കുഞ്ഞാ കയറാൻ തുടങ്ങിയത്. രാവിലെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ ഇപ്പൊ 12 കേസ് കയറിയില്ല. ഇപ്പൊ ഉച്ച കേസാപ്പോ കേസോട് കൂടി. ഈ സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നു? ഒക്കെ മുകളിൽ കയറ്റിച്ച മുകളിൽ കയറ്റിച്ച. ഞങ്ങളിപ്പോ ഫോണിൽ ചാർജ് പോയി. അപ്പൊ അതൊക്കെ ചാർജ് ആക്കാൻ വേണ്ടി വന്നാ. വീട്ടിലുള്ളവരെയൊക്കെ മാറ്റിയായിരുന്നു? ഓലക്കാടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. മുകളിൽ തന്നെ വീട്ടിൽ മുകളിൽ. എങ്ങനെ ചേട്ടന്റെ വീട് അവിടെ തന്നെയാണ്? തന്നെ ഇതിന്റെ തലക്കല്ല 1 കിലോമീറ്റർ. അവിടെ വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം വീട്ടില് മുമ്പിൽ ഒരാൾക്ക് മേലെ വെള്ളമുണ്ട്. അകത്ത് വെള്ളമുണ്ട്. 2 സ്റ്റെപ്പ് വെള്ളമുണ്ട്. ചേറിന്റെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് മാറ്റി. അതൊക്കെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ ഒക്കെ എടുത്തേക്കാൻ പറ്റിയിട്ടുണ്ട്. കൊണ്ടാത്തൊക്കെ താഴത്തുണ്ട്. വലിയ പ്രശ്നമാണ്. നേരത്തെ 2018 ഇത്ര ഇതിൽ കൂടുതലുണ്ടായിരുന്നു? അത്ര ആയില്ല. അത്ര ആയിട്ടില്ല. പക്ഷെ നന്നായി വെള്ളം വരുന്നുണ്ടല്ലേ? 2 വീടും കൂടി വന്നാൽ 2000 വീട്ടിലാണ്. അത്ര കൊണ്ടത്തെ ആവും. അതായത് 2010 ഒരു ജലനിരപ്പ് ഇപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും വൈകാതെ തന്നെ അവിടേക്ക് എത്തും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. കാരണം ഓരോ മിനിറ്റിലും വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. കുറ്റ്യാടി ഈ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും പൂനൂർ പുഴ വഴിയൊക്കെ ഇങ്ങോട്ട് വെള്ളം എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പെയ്ത്ത് വെള്ളത്തിനപ്പുറം പുറത്തുനിന്നുള്ള വെള്ളം ഒഴുകി വരുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. എന്തായാലും വലിയ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്നലെ മുതൽ ആളുകളെ ഈ മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. താമരശ്ശേരി, മുക്കം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മുകൾ ഭാഗങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അവർ ബോട്ടുകളിലും മറ്റുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടുതൽ ആളുകളെ എത്തിക്കാൻ ഇതിപ്പോ അങ്ങോട്ട് പോയേക്കുമായിരിക്കും അല്ലേ? പോയിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. അങ്ങോട്ടൊക്കെ നല്ല വെള്ളമാണ്. അവിടേക്ക് തന്നെ ഒരാൾക്ക് 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. പുഴവക്കത്തോടി തന്നെയാണ് പോകാനുള്ളത്. അപ്പൊ ഇന്നലെ മുതൽ നിങ്ങൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചാണ്? ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 12:30 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒരു 5-5:30 മണിയോട് കൂടിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ മാറ്റുന്നുണ്ടല്ലേ? ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട്. അത് പല സ്ഥലത്തുനിന്നായിട്ടാണ് മാറ്റിയത്. ചെറുവറ്റ, മൂയിക്കല്, ആ ഭാഗത്തു നിന്നൊക്കെ ആളെ മാറ്റിയിട്ടുണ്ട്. 2018 നിരപ്പായിട്ടില്ലെങ്കിലും ഏതാണ്ട് അങ്ങോട്ട് നീങ്ങുന്ന പോലെ. അതെ 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 2018 എത്തിയിട്ടില്ല. എന്നാലും ഏകദേശം രീതിയിലേക്ക് തന്നെ ഒഴുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോ പെയ്ത്ത് വെള്ളമല്ല, ഒഴുകി വരുന്ന വെള്ളമാണ്. ഒഴുക്ക് വെള്ളമാണ്. ഈ പുഴയൊക്കെ ഏതാണ്ട് കവിഞ്ഞല്ലേ? പുഴയൊക്കെ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണാടിക്കൽ ഭാഗത്തൊക്കെ കാര്യമായിട്ട് കവിഞ്ഞൊഴുകാൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് തന്നെ പുഴയിൽ നിന്ന് വെള്ളം ഇപ്പം വയലിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല വെള്ളം, അതാണ് കെട്ടിക്കിടക്കുന്നത്. ഇതാണ് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ കക്കോടി, പറമ്പിൽ ബസാറ്, തടമ്പാട് താഴം, കണ്ണാടിക്കൽ മേഖലകൾ വലിയ ഒരു വെള്ളക്കെട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒപ്പം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ഈ വെള്ളത്തിന് വരവിന് മാത്രം ശമനമില്ലാത്ത ഒരു അവസ്ഥയാണ്. വെള്ളിപ്പറമ്പിൽ ഒരു വീട് ഇടിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പലയിടങ്ങളിലും മരങ്ങളും മറ്റും കടപുഴകി വീഴുന്നുണ്ട്. വീടുകളുടെ ഭാഗങ്ങൾ, അടുക്കളയും മറ്റും ഇടിഞ്ഞുപോയ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തായാലും വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പ്രളയ സമാനമായ സാഹചര്യം ആണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കോഴിക്കോട് നിന്ന്
MS അനീഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.